ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10th പ്രിലിംസ് സ്റ്റേജ് 3-ലെ 20 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻ താപനില കെൽവിൻ സ്കെയിലിൽ പ്രകാരം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ 310 കെൽവിൻ. ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 32 ഡിഗ്രി ഫാരൻ ആണ്, 273 കെൽവിൻ ആണ്. ജലം തിളക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 212 ഡിഗ്രി ഫാരൻ ആണ്, 373 കെൽവിൻ ആണ്. സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, 98.4 ഡിഗ്രി ഫാരൻ ആണ്, 310 കെൽവിൻ ആണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് 0 കെൽവിൻ ആണ്. അതെന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താപമളക്കുന്ന യൂണിറ്റാണ് ജൂള്. വേറൊരു യൂണിറ്റാണ് കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് ഊഷ്മാവാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച് സർ തോമസ് ആൽബർട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി രാസോർജം ഗതികോർജമാകുന്നു. രാസോർജം വൈദ്യുതോർജമായും വൈദ്യുതോർജം രാസോർജമായും മാറുന്ന സംവിധാനമാണ് രാസസെൽ. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടാനിക് സെല്ല്. വൈദ്യുതോർജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ: സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. അതായത് EMS, അതായത് എർത്ത്, മൂണ്, സണ്ണ് എന്നിവ നേർരേഖയിൽ വരിക. EMS ആണ് സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് കറുത്തവാവ് അഥവാ അമാവാസി ദിനങ്ങളിലാണ്. ഇനി പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാവുന്ന സൂര്യപാളികളാണ് കൊറോണയും ക്രോമോസ്ഫിയറും. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തായി ഭൂമി വരിക. MES മൂണ്, എർത്ത്, സണ്ണ്. വെളുത്തവാവ് പൗർണമി ദിനങ്ങളിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. എൻ്റെ അറ്റോമിക നമ്പർ താഴെയുള്ള നമ്പർ എല്ലായ്പ്പോഴും ഒന്നായിരിക്കും, മുകളിലുള്ള നമ്പർ മാത്രമാണ് മാറ്റം വരുന്നത്. ഇനി ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. അതായത് ആർഗന്, കാൽസ്യം, പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മുകളിലുള്ള സംഖ്യ എല്ലായ്പ്പോഴും ഒന്നായിരിക്കും, താഴെയുള്ള
സംഖ്യ വ്യത്യാസമായിരിക്കും. ഇനി ഐസോടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോടോൺ എന്ന് പറയുന്നത്. അത് ഹൈഡ്രജനും ഹീലിയം ഒക്കെ. ഹൈഡ്രജൻ 1 ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2, പക്ഷെ അതിൽ ന്യൂട്രോണുകൾ എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണം 2. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതിനെ പൊതുവെ Z എന്ന അക്ഷരത്തിനുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും ആ ആറ്റത്തിൻ്റെ താഴ്ഭാഗത്ത് കാണിക്കുന്നതാണ് അറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. എ എന്ന അക്ഷരം കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതെല്ലായ്പ്പോഴും ഒരു ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ മുകളിലാണ് കാണിക്കുന്നത്. അപ്പോൾ മുകളിൽ കാണിക്കുന്ന സംഖ്യ മാസ് നമ്പർ ആയിരിക്കും, താഴെ കാണിക്കുന്ന സംഖ്യ അറ്റോമിക് നമ്പർ ആയിരിക്കും. ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉൾക്കൊള്ളുന്നുണ്ട്. ന്യൂക്ലിയസിനെ ന്യൂക്ലിയോണുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി, ഓക്സിജൻ. നമുക്ക് കുറച്ച് ആറ്റങ്ങളും അവയുടെ നമ്പറും നോക്കാം. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20, മാംഗനീസ് 25, അയേൺ 26, കോപ്പർ 29, സിങ്ക് 30, സിൽവർ 47, ടിന്ന് 50, ടങ്സ്റ്റൺ 74, പ്ലാറ്റിനം 78, ഗോൾഡ് 79, ലെഡ് 82, യുറേനിയം 92, ഐൻസ്റ്റീനിയം 99, ഫെർമിയം 100, മെൻ്റലീവിയം 101. ഒക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡോക്ടർ DS കോത്താരി. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് നിരവധി കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് രാധാകൃഷ്ണ കമ്മീഷൻ. 1948 അത് സർവകലാശാല കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ ശുപാർശകളായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്നിവ. രണ്ടാമത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ഇത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ടാണ് പഠനം നടത്തിയത്. ഇതിലെ ശുപാർശകളായിരുന്നു ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നിവ. മൂന്നാമത്തെ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 ഇത് നിയമിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ കമ്മീഷൻ മുന്നോട്ട് വച്ചത്. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവ ഈ കമ്മീഷൻ്റെ ശുപാർശകളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഓപ്ഷൻ ബി, മെറ്റർനിക്. അടുത്ത ക്വസ്റ്റ്യൻ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? ആൻസർ
ഓപ്ഷൻ ബി കൂരോളി ചേകോൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖയിലെ സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ആൻസർ ഓപ്ഷൻ സി 7:30 PM. അതായത് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ് ഇന്ത്യൻ സമയം. ഇപ്പോൾ 2 മണി PM ആവുമ്പോൾ അതിലോട് കൂടെ 5.5 മണിക്കൂറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7:30 PM ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ഇവയെല്ലാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. ധനനയത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി 61-ാം ഭേദഗതി പ്രകാരം. 61-ാം ഭേദഗതി 1988 പാസ്സാക്കിയിട്ടുള്ളത്. അത് നിലവിൽ വന്ന് 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ചതാണ് ഈ ഭേദഗതിയിലൂടെ. ഭരണഘടനയുടെ 326-ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. 74-ാം ഭേദഗതി 1992 നിലവിൽ വന്നത്. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് 74-ാം ഭേദഗതി. 74-ാം ഭേദഗതി പ്രകാരം ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ കൂട്ടിച്ചേർക്കപ്പെട്ടു. 73-ാം ഭേദഗതി 1992 നിലവിൽ വന്നു. അതിനെ പഞ്ചായത്ത് രാജ് നിയമം എന്നും അറിയപ്പെടുന്നു. 73-ാം ഭേദഗതി പ്രകാരം 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. 91-ാം ഭേദഗതി 2003 നിലവിൽ വന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 91-ാം ഭേദഗതി. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാനും പാടില്ല. അതുപോലെ കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MP-യെയോ MLA-യെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയും 2003 91-ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഇത് നിലവിൽ വന്ന 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 42-ാം ഭേദഗതി പ്രകാരം 10 മൗലിക കടമകൾ ഭാഗം 4A ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. അതുപോലെ മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തേക്ക് ഉയർത്തിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഇത് പിന്നീട് 44-ാം ഭേദഗതി പ്രകാരം പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. അതുപോലെ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും 42-ാം ഭേദഗതി അനുസരിച്ചാണ്. 42-ാം ഭേദഗതി പാസ്സാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നദീതീരങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണാണ് ബങ്കർ. പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും അറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. കരിമണ്ണിനെ റിഗർ മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നതും റിഗർ മണ്ണിനെ തന്നെയാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. ചതുപ്പ് നിലയങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് പീറ്റ് മണ്ണ്. കണ്ടൽവനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലത്തെയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലത്തെയാണ്. ഉത്തര മഹാസമുദ്രം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായിട്ടാണ്. ഉത്തര മഹാസമുദ്രങ്ങളിലെ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ ബങ്കർ എന്നും അറിയപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഈ ട്രാൻസ് ഹിമാലയത്തിലെ വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്നതാണ് കാറങ്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ. ഉത്തരപർവ്വത മേഖലയിലെ രണ്ടാമത്തെ ഭാഗമായ ഹിമാലയത്തിലെ ഉൾക്കൊള്ളുന്ന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതുപോലെ കിഴക്കൻ മലനിരകൾ ഉൾക്കൊള്ളുന്നതാണ് പത്കായിബോം, നാഗ കുന്നുകൾ, ഗാരോ, ഗാസി, ജയന്തി കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിങ്ങനെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ അഗസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാറങ്കോറം നിരയിലാണ്. ഇതിന് 8661 മീറ്റർ ഉയരമുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഇനി ഹിമാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്ററോളം നീളമുണ്ട്. ഈ ഹിമാലയ പർവ്വതനിരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതി ഉണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിലെത്തുമ്പോൾ ഇതിൻ്റെ വീതി 150 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നതും ഈ ഹിമാദ്രിയിലാണ്. അതായത് നമ്മുടെ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഈ ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 6000 മീറ്ററാണ്. ഗംഗ, യമുന നദികളൊക്കെ ഉത്ഭവിക്കുന്നതും ഹിമാദ്രിയിൽ നിന്നാണ്. രണ്ടാമത്തെ ഭാഗമാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ്. ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. അടുത്ത മൂന്നാമത്തെ ഭാഗമാണ് സിവാലിക്. ഹിമാചലിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സിവാലിക്. ശരാശരി
1220 മീറ്ററാണ് ഇതിന്. ഡ്യൂൺസ് താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. സിവാലിക്കിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഡ്യൂണാണ് ഡെറാഡ്യൂൺ. ഇനി മൂന്നാമത്തെ ഭാഗമായ കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകളെ പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് പൂർവാചൽ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി ഇവിടെയാണ്. ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ്. ഇത് ഫലപുഷ്ടി കൂടുതലുള്ള മണ്ണാണ്. ഇരുണ്ട തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ്. ഇതിന് ഫലപുഷ്ടി പൊതുവെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിൽ വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനങ്ങളാണ് രത്തംബോറും സരിസ്കയും. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു, അതും രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ജൈനമത തീർത്ഥാടന കേന്ദ്രമുണ്ട് ആരവല്ലിയിൽ. അതിൻ്റെ പേരാണ് ദിൽവാര ക്ഷേത്രം എന്ന് പറയുന്നത്. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ, അതും രാജസ്ഥാനിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളാണ് മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി എന്നിവ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം തന്നെയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമിയാണ്. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഈ ഡക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ അഥവാ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഇത് ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുബൻസിരി നദിയുടെ തീരത്താണ്, സുവർണരേഖ നദിയുടെ തീരത്താണ് ഈ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ എന്നറിയപ്പെടും. പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL എന്ന് പറയും. കർണാടകയിലെ ഭദ്രാവതിയിലാണ്. അടുത്ത 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. അത് ദുർഗ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് റുർക്കേല, ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ദുർഗാപൂർ. ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. അത് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ബൊക്കോറോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇരുമ്പിൻ്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ് ഒഡീഷയിലെ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ,
ജാർഖണ്ഡിലെ സിംഗം ദുർഗ്, കർണാടകയിലെ ബെല്ലാരി, ചിക്മഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്, ഗോവയിലെ മർമഗോവ, തമിഴ്നാട്ടിലെ സേലം, നീലഗിരി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ആൻസർ ഓപ്ഷൻ എ ദേശീയ ജലപാത 3. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. അവയാണ് ദേശീയ ജലപാത 1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ ആണിത്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാലാണ് 205 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാല് 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ 623 കിലോമീറ്റർ.